എന്താ സാർ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തിരിച്ചുപോക്ക്? പോണം. എനിക്കും മറ്റ് പലർക്കും അതാ നല്ലത്. ഇവിടെയെങ്കിലും കുറച്ചു കാലം കഴിയണമെന്ന് കരുതിയതാ. എന്താ എന്താ പ്രശ്നം? ഒന്നുമില്ല. നാളെ കാലത്ത് ഞാൻ യാത്രയാവും. വേറെ ആരോടും യാത്ര പറയാൻ നിൽക്കുന്നില്ല. ശിവൻകുട്ടി, അവസാനമായി ഞാനൊരു സഹായം ചോദിക്കുക. ആവില്ല എന്ന് പറയരുത്. വേണ്ട. എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ശിവൻകുട്ടിയെയും കൂട്ടി രാധ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവള് പാവ, നല്ലവള. ഉത്തരെ, നിന്നെ അല്ലാതെ എനിക്ക് മറ്റാരും. മറക്കണം, എല്ലാം മറക്കണം. എനിക്ക് പ്രിയപ്പെട്ടതെല്ലാം ഞാൻ മറക്കാം, ഒളിച്ചു വയ്ക്കാം. പക്ഷെ അതിനൊന്നും വയ്യാത്തത് ഒന്നുണ്ട്. അത് എനിക്ക് നശിപ്പിക്കണം. ഈ ഇല്ലത്തിന് ചീത്തപ്പേരുണ്ടാക്കരുത്. ഇല്ല, ഞാനത് സമ്മതിക്കില്ല. എന്റെ കുഞ്ഞ്, ഞാനത് സമ്മതിക്കില്ല. എനിക്ക് മനസ്സിലായി. എല്ലാവരും ചേർന്ന് രാധയെ സ്നേഹിച്ചു കൊല്ലുകയാണല്ലേ. അമ്മയെ പോലെ ഞങ്ങൾ കാണുന്ന എടുത്തിയോട് മത്സരിച്ച് സ്വന്തമാക്കാൻ മാത്രം ആ ഗന്ധർവനെ രാധയൊന്നും കാണുന്നില്ല. അത് ഞാൻ അയാളോട് തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്താം. അത് കുട്ടിയല്ല തീരുമാനിക്കുന്നത്. മുഹൂർത്തം വരെ നിശ്ചയിച്ച നിന്റെ ഈ മംഗലം നടന്നില്ലെങ്കിൽ പിന്നെ ഈ എടുത്തിയെ നീ കാണില്ല. ഓർത്തോളൂ. മതി. ത്യാഗത്തിന്റെ പേര് പറഞ്ഞു എടുത്ത് എനിക്ക് വെച്ച് നീട്ടുന്നത് എടുത്തിയുടെ ജീവിതമാ. അതെനിക്ക് വേണ്ട. എടുത്ത് എനിക്ക് വേണ്ടേ. ഞാൻ അവളെ അധികം പറ്റ. ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ ഒത്തിരി ഒത്തിരി കണ്ണീര് കുടിച്ചത് ഞങ്ങൾക്ക് വേണ്ടി. എടുത്തി വേദനിപ്പിച്ചൊന്നും എനിക്ക് വേണ്ട. ഈ ഇല്ലത്ത് ഞാനൊരു പ്രശ്നമായിരിക്കുക. വിഷം തീണ്ടി മരിച്ചാൽ ആത്മഹത്യാന്ന് ആരും പറയില്ല. അതുകൊണ്ട് നീ എന്നെ സഹായിക്കില്ലേ? 100 പാലും ഞാൻ നിനക്ക് ഒത്തിരി തന്നിട്ടുള്ളതല്ലേ. എന്താ കുട്ടികളെ ഇത്? വല്യമ്മ, അവളെയും കുട്ടി അകത്തേക്ക് പോകും. പോവാണല്ലേ? ആ, സാറ് പോയിട്ട് തിരിച്ചു വരണം. സാർ, കുറച്ചു നാളെ സാർ ഇവിടെ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഞങ്ങൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടവനായിപ്പോയി.
പോകരുത്. വെറുതെ പറയുകയല്ല, ഞങ്ങൾക്കെല്ലാം സങ്കടമുണ്ട്. വരട്ടെ. യാത്ര പറയാൻ അർഹതപ്പെട്ടവർ ഇനിയും ഉണ്ടല്ലോ, അവരും കൂടി വരട്ടെ, എന്നിട്ട് പോവാം. ഉത്തരത്തമ്പുരാട്ടി, ഒന്ന് വരിക. തമ്പുരാട്ടി ശിവൻ സാറിൻ്റെ കൂടെ പോകണം. ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. ഇല്ലത്തെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, ഞാനിവിടെ ഉണ്ടാവും, ഒരു കാര്യസ്ഥന്റെ സ്ഥാനത്ത്. ഒരിക്കൽ കൂടി വിളിക്കുകയാണ്, എൻ്റെ കൂടെ വരണം. ഞാനല്ല, രാധയാണ് കൂടെ വരേണ്ടത്. ശിവൻകുട്ടി, എനിക്ക് എൻ്റെ അനുജത്തി ഭർത്താവിൻ്റെ സ്ഥാനത്ത് മാത്രം എന്നും ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളൂ. എല്ലാവരും ചേർന്ന് ഈ കുട്ടിക്ക് മോഹം കൊടുത്തു. ഒടുവിൽ ഏടത്തി പറയുന്ന സത്യമല്ലെന്ന് എനിക്കറിയാം, ഏടത്തിക്കും അറിയാം. എന്നിട്ട് രാധേ, ഞാൻ പറയണത് കേൾക്ക്. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാ. കേൾക്കാം. ശിവൻകുട്ടിയേട്ടനെ എന്റെ ഭർത്താവായി സ്വീകരിക്കാം, അയാളുടെ കൂടെ കഴിയാം, അയാളുടെ കുട്ടികളെ പ്രസവിക്കാം. പക്ഷേ അച്ഛൻ ആരാണെന്ന് പറയാൻ വയ്യാതെ ഈ ഇല്ലത്തൊരു കുട്ടിയെ വളർത്താമെന്ന് ഏടത്തി ആർക്കാണ് വാക്ക് കൊടുത്തിരിക്കുന്നത്? ഈശ്വരാ, എന്താ ഈ കുട്ടി പറയണേ? എന്നെ ഇവിടെ ഇറക്കി വിടാൻ എല്ലാരും ചേർന്ന് എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കണേ? നീ കേട്ടില്ലേ? ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്ത്? ശിവകുട്ടി ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാണ്ട് നിൽക്കുക. ചരടിൽ കോർത്ത ഒരു താലി നിന്റെ കഴുത്തിൽ കെട്ടിയില്ലെന്നേ ഉള്ളൂ. ഇവളെന്റെ ഭാര്യയാണ് എല്ലാ അർത്ഥത്തിലും. ഇല്ലെങ്കിൽ പറയട്ടെ, ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന്. ഞാനാണെങ്കിൽ ഈ നിമിഷം ഇറങ്ങി വരണം എന്റെ കൂടെ. പോ മോളെ.